പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നാം പഠിക്കുന്നത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിനെ കുറിച്ചാണ്. സാധാരണ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതി ഷാൽ അല്ലെങ്കിൽ വിൽ എന്ന ഓക്സിലറി വേർബിൻ്റെ കൂടെ ബേസ് ഫോം, വേർബിൻ്റെ ഒന്നാമത്തെ ഫോം ഉപയോഗിക്കലാണ്. അപ്പോൾ ഷീ വിൽ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ സിമ്പിൾ ടെൻസായി മാറും. അവൾ ഒരു കത്ത് എഴുതും എന്ന് മലയാളത്തിൽ നമ്മൾ അതിനർത്ഥം പറയും. അപ്പോൾ ഭാവിയെക്കുറിച്ചാണ് പറഞ്ഞത്. അവൾ എഴുതിയിട്ടില്ല, അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നുമില്ല, എഴുതാനിരിക്കുന്നതേ ഉള്ളൂ, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഫ്യൂച്ചർ ടൈം കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്, ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നു. ചില സെൻറ്റൻസുകൾ ഉപയോഗിച്ച്, അതായത് ഫ്യൂച്ചർ സെൻറ്റൻസ് അല്ലാത്ത സെൻറ്റൻസ് അതായത് ഉദാഹരണത്തിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഇവ ഉപയോഗിച്ച് ഫ്യൂച്ചർ ടൈം കാണിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വിൽ ഷാൽ മാത്രം ഉപയോഗിച്ചല്ല ഫ്യൂച്ചർ ഉണ്ടാക്കുന്നത്. ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പല ടെൻസുകളും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നമുക്ക് വിൽഷാലിന് പുറമെ മറ്റ് പല ഓക്സ് വേർബുകളും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് മേ, MAY മേ എടുത്താൽ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറാണല്ലോ. ഷീ മേ കം ടുമാറോ, അവൾ നാളെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾ നാളെ വരും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറായില്ലേ. അപ്പോൾ ഫ്യൂച്ചർ ടൈമിനെ കാണിക്കാൻ നമുക്ക് പല ടെൻസുകളും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക. പൊതുവെ പറഞ്ഞാൽ മറ്റ് ടെൻസുകൾക്ക് ഇത് ബാധകമല്ല. മറ്റ് ടെൻസുകൾ അത് ഉദ്ദേശിക്കുന്ന ടൈമിനെയാണ് സാധാരണ കാണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് വില്ലല്ലെങ്കിൽ ഷാൽ ഉപയോഗിച്ചിട്ടാണ് സാധാരണ നമ്മൾ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ടെൻസ് പഠിപ്പിച്ചു കൊടുക്കാറില്ല. അതുകൊണ്ട് അത് മാത്രമാണ് ഫ്യൂച്ചർ എന്ന് നിങ്ങൾ കരുതാതിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്കുക. ഐ ഷാൽ ഫൈറ്റ് ടു എസ്റ്റാബ്ലിഷ് മൈ ഇന്നസെൻസ്, ഐ വിൽ അറേഞ്ച് എവറിത്തിങ് ഫോർ യു, ഷീ വിൽ ഹെൽപ്പ് യു. ഇപ്പോൾ ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യം പറയാൻ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ 3 വാക്യങ്ങളും 3 സെൻറ്റൻസും ഭാവിയിൽ നടക്കേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. PSC പരീക്ഷകളിൽ ഈ വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അപൂർവമാണ്. 2013 കോഴിക്കോട് നടന്ന ഒരു LDC പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. വി ഡാഷ് മീറ്റ് യു അറ്റ് 10 o'clock. ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന്. വിൽ ഹാവ്, വുഡ് ഹാവ്, വിൽ, വുഡ്. ഇതിൽ നമുക്ക് വിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം 10 മണിക്ക് ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടും അല്ലെങ്കിൽ കണ്ടുമുട്ടാം എന്ന് പറയുമ്പോൾ ഇവിടെ വിൽ ഹാവ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക? നമ്മൾ നേരത്തെ പറഞ്ഞ എലിമിനേഷൻ മെത്തേഡ് എടുത്തു നോക്കാം. വിൽ ഹാവ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന വേർബ് മീറ്റ് ആണ്. മീറ്റ് വേർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ്. ഹാവിന് ശേഷം വേർബിൻ്റെ 3ാമത്തെ ഫോമാണ് വേണ്ടത്, മെറ്റ്. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ വുഡ് ഹാവും പറ്റില്ല. ഹാവ് ആണല്ലോ അവിടെ വീണ്ടും വരുന്നത്. വുഡ് ഹാവ് മീറ്റ്, വിൽ ഹാവ് മീറ്റ് എന്ന് പറയാൻ കഴിയില്ല. വിൽ ഹാവ് മെറ്റ്, വുഡ് ഹാവ് മെറ്റ് എന്ന് പറയാം.
പിന്നെ വില്ലും വില്ലിന്റെ പാസ്റ്റ് ഫോമായ വുഡും. സാധാരണ ഇവിടെ വുഡിന്റെ ആവശ്യം വരുന്നില്ല. ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വില്ലാണ്. ഇതേ വർഷം തിരുവനന്തപുരത്ത് നടന്ന LDC പരീക്ഷയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ ചോദ്യം കാണും. യു ക്യാൻ ട്രസ്റ്റ് ഹെർ. നിനക്ക് അവളെ വിശ്വസിക്കാം. ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. അവൾ നിന്നെ ചതിക്കുക. അവൾ നിന്നെ എന്താ പറയാ നമ്മളെ സാധാരണ, നിനക്ക് അവളെ വിശ്വസിക്കാം, അവൾ നിന്നെ ചതിക്കുകയില്ല എന്നല്ലേ. ഇപ്പൊ ചതിക്കുകയില്ല എന്നുള്ളതിന് നമ്മൾ ഇല്ല, ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയാൻ വില്ലിന്റെ നെഗറ്റീവ് എടുത്ത് ഉപയോഗിക്കാം. ഇപ്പൊ വിൽ നോട്ടായി. ഇപ്പൊ ഇവിടെ വേണ്ടത് വില്ല് തന്നെയാണ്. യു ക്യാൻ ട്രസ്റ്റ് ഹെർ. നിനക്ക് അവളെ വിശ്വസിക്കാം. ഷീ വിൽ നോട്ട് ചീറ്റ് യു. അവൾ നിന്നെ ചതിക്കുകയില്ല. വുഡ് വെക്കാൻ പറ്റില്ല, വില്ലിന്റെ പാസ്റ്റ് ഫോം ആയിപ്പോയി. ഓട്ട് വെക്കാൻ പറ്റില്ല, ഫുഡ് വെക്കാൻ പറ്റില്ല. അർത്ഥം കിട്ടില്ലല്ലോ. അർത്ഥം കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ സിമ്പിളിനെ കുറിച്ച് നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതെങ്ങനെയാണ് അതിന്റെ ഫോം? ഷാൽ അല്ലെങ്കിൽ വിൽ പ്ലസ് ബി പ്ലസ് ING verb. ING verb ഇല്ലാതെ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവില്ലല്ലോ. ഷീ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. എവിടെ ഉപയോഗിക്കുന്നത്? ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യത്തെ, ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. പരീക്ഷയിലും അപൂർവമായ ഈ ടെൻസിൽ നിന്നുള്ള ചോദ്യവും വരുന്നുള്ളൂ. ഇവിടെ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്കുക. ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി ടേക്കിംഗ് മൈ എക്സാം. അടുത്ത ആഴ്ച ഇതേ സമയം ഞാൻ എൻ്റെ പരീക്ഷ എഴുതുകയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആ ആള് പറയുന്നത് അടുത്ത ആഴ്ച ഇതേ സമയം. അപ്പൊ അയാൾ പറയുന്നത് രാവിലെ 11 മണിക്കാണ് പറയുന്നത് കരുതാ. അതായത് ഇന്ന് രാവിലെ 11 മണിക്കാണ് അയാൾ പറയുന്നതെങ്കിൽ അയാൾ പറയുന്ന അടുത്ത ആഴ്ച ഇതേ സമയം. അതപ്പോൾ അടുത്ത ആഴ്ച ഇതേ 11 മണി സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും? പരീക്ഷ എഴുതുന്നുണ്ടാവും. അപ്പം ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് നടക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. When you reach home tonight, your children will be sleeping. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങുകയായിരിക്കും. അപ്പം രാത്രി ഇപ്പോൾ ഉറങ്ങുന്നില്ല, പകലായിരിക്കും ഇത് പറയുന്നുണ്ടാകാം. ആ സമയത്ത് കുട്ടികൾ ഉറങ്ങുന്നില്ല. പക്ഷെ രാത്രി നിങ്ങളെ വീട്ടിലെത്തുന്ന സമയത്ത് രാത്രി 10 മണിക്കായിരിക്കും വീട്ടിലെത്തുക. ആ 10 മണി സമയത്ത് എന്തായിരിക്കും? കുട്ടികളുടെ ഉറക്കം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഉറങ്ങിക്കഴിഞ്ഞിരിക്കും, അതിങ്ങനെ ഉറക്കം തുടരുന്നുണ്ടാവും. വിൽ ബി സ്ലീപ്പിംഗ്. ഡോണ്ട് കോൾ ദം നൗ. അവരെ ഇപ്പോൾ വിളിക്കണ്ട. ദേ വിൽ ബി ഹാവിങ് ഡിന്നർ. അവർ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവരെ നിങ്ങൾ ഇപ്പോൾ വിളിക്കേണ്ട, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഇപ്പോൾ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് പറയുകയാണ്. ആ സമയത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. വിളിക്കുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവരെ ഇപ്പോൾ വിളിക്കേണ്ട. അറ്റ് ദിസ് ടൈം ടുമാറോ. ഇത് KSRTC കണ്ടക്ടർ പരീക്ഷയിൽ 2012 PSC ചോദിച്ച ചോദ്യമാണ്. അറ്റ് ദിസ് ടൈം ടുമാറോ ഡാഷ് ഓവർ ദി അറ്റ്ലാന്റിക്. വി ടു ഫ്ലൈ, വി വിൽ ബി ഫ്ലൈയിങ്, വി വിൽ ഫ്ലൈ, വി ഫ്ലൈയിങ്. വി ടു ഫ്ലൈ, വി ഫ്ലൈയിങ് എന്നൊന്നും ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം വി സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ടു ഫ്ലൈ വരില്ല. അതുപോലെ വി ഫ്ലൈയിങ് എന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. വി വിൽ ബി ഫ്ലൈയിങ്ങും വി വിൽ ഫ്ലൈയും കറക്റ്റാണ്. പക്ഷെ നാളെ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത്. അപ്പോൾ വി വിൽ ഫ്ലൈ പറയില്ല. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വി വിൽ ബി ഫ്ലൈ. പിന്നെ അപ്പോൾ ഭാവിയിൽ ഒരു കാര്യം തുറന്നുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് ഈ ടെൻസ് ഉപയോഗിക്കേണ്ടത്.
അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. നേരത്തെ തീരുമാനിച്ച ഒരു ഭാവി കാര്യത്തെക്കുറിച്ച് പറയുന്നതിനും ഇതേ ടെൻസ് ഉപയോഗിക്കാം. നേരത്തെ തീരുമാനിച്ച ഒരു കാര്യമാണ്, ഇപ്പൊ പുതുതായിട്ട് തീരുമാനിക്കുന്നതല്ല, നേരത്തെ തീരുമാനിച്ച ഒരു കാര്യം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് പിന്നീട് പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണം നോക്കുക, ഐ വിൽ ബി സെൻഡിങ് ദ ബുക്സ് ബൈ VPP in 2 days. ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? ആ പുസ്തകങ്ങൾ 2 ദിവസത്തിനകം VPP ആയി അയക്കുന്നതായിരിക്കും. അയക്കുമെന്നർത്ഥം. ഐ വിൽ ബി സെൻഡിങ് അയക്കുന്നതായിരിക്കും. ഇത് അയക്കുന്നതായിരിക്കും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗ രീതി തന്നെയാണല്ലോ. അപ്പൊ അതെന്താ പറയുന്നത്? പുസ്തകം 2 ദിവസത്തിനുള്ളിൽ അയക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തീരുമാനിച്ച കാര്യം അതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ തീരുമാനം എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഇതൊന്നും ഉപയോഗിക്കരുത്, ഐ വിൽ നിന്ന് ഉപയോഗിക്കണം. ഐ വിൽ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഷാൽ ഓർ വിൽ ഹാവ്, ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ വിൽ ഹാവ് കംപ്ലീറ്റഡ്, വിൽ ഹാവ് റിട്ടേൺ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയി. ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആകുന്ന, ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആകുന്ന, ഭാവി ഇപ്പം കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി വരാനിരിക്കുന്ന കാലത്ത് കംപ്ലീറ്റ് ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പരീക്ഷയിൽ, PSCയുടെ പരീക്ഷകളിൽ ഈ വിഭാഗത്തിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സാധാരണഗതിയിൽ ഇത്തരം ഫ്യൂച്ചർ ടെൻസിൽ ഒരു ടൈം എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ ടൈം എക്സ്പ്രഷൻ്റെ കൂടെ ബൈ എന്നൊരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എടുത്ത് ഉപയോഗിക്കാം. ഇവിടെ കൊടുത്ത ഉദാഹരണം നോക്കുക. ഇത് 2015 ഫോറസ്റ്റ് ഗാർഡ് പരീക്ഷയിൽ PSC ചോദിച്ചതാണ്. ചോദ്യം നോക്കുക. ഐ ഡാഷ് ഓൾ ഓഫ് ഹാർഡീസ് നോവൽസ് ബൈ നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ എന്നല്ല ഉള്ളത്, ബൈ നെക്സ്റ്റ് ഇയർ എന്നാണ്. അപ്പോൾ ബൈ വന്നല്ലോ. ഉടനെ ഓപ്ഷൻ നോക്കിയിട്ട് ഷാൽ ബി റീഡിങ്, വിൽ റീഡ്, ഷാൽ ഹാവ് റെഡ്, ഷാൽ ഹാവ് ബീൻ റീഡിങ്. ഉടനെ ഇന്ന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയ ഷാൽ ഹാവ് റെഡ് എടുക്കുക. ചിലപ്പോൾ അത് വിൽ ഹാവ് റെഡ് എന്നാണ് ഉണ്ടാകുക. എന്തായാലും കുഴപ്പമില്ല, ആയതുകൊണ്ട് ഷാൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ബൈ നെക്സ്റ്റ് ഇയർ എന്നുള്ളത് കണ്ടാൽ, ബൈ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കണമെന്നില്ല. ഐ വിൽ റീഡ് ഓൾ ഓഫ് ഹാർഡീസ് നോവൽസ് നെക്സ്റ്റ് ഇയർ, ഇങ്ങനെ പറയാം. പക്ഷെ ബൈ ചേരുമ്പോൾ ഓർമ്മിക്കുക, വിൽ ഹാവ് പ്ലസ് അല്ലെങ്കിൽ ഷാൽ ഹാവ് പ്ലസ് V3 ആയിരിക്കും അതിൻ്റെ ഉത്തരമെന്ന്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കുക നിങ്ങൾ. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചില ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതെപ്പോഴാണ്? സാധാരണഗതിയിൽ ഫ്യൂച്ചർ ടെൻസ് വെക്കുമ്പോൾ ഫ്യൂച്ചർ സിമ്പിളും ഫ്യൂച്ചർ കണ്ടിന്യൂസും പരീക്ഷയിൽ വരുന്നത് കുറവാണ്. പരീക്ഷയിൽ ഈ ടെൻസിൽ കൂടുതൽ വരുന്നത് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. പക്ഷെ ചില സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരാറുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ പെർഫെക്റ്റ് ടെൻസിൽ അഥവാ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സാധാരണ ഒരു ടൈം എക്സ്പ്രഷൻ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. അത് ഒന്നുകിൽ 4+ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ സിൻസ് പ്ലസ് ടൈം ആയിരിക്കും. ഈ ഫ്യൂച്ചർ സെൻറ്റൻസിൽ അതെവിടെയും കണ്ടാൽ നമ്മൾ മനസ്സിലാക്കാതെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കുമെന്ന്. അപ്പോൾ
ഇവിടെ നോക്കുക, ഷാൽ ഓർ വിൽ ഹാവ് ബീൻ പ്ലസ് ING verb. ഷീ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഇതെന്താണ്? ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാനാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻ നവംബർ നെക്സ്റ്റ് I will have been working at my company for 3 years. ഈ നവംബർ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ടൈം ആണല്ലോ. ആ വരാനിരിക്കുന്ന നവംബറിൽ ഞാൻ എൻ്റെ കമ്പനിയിൽ 3 വർഷമായി ജോലി ചെയ്യുന്നുണ്ടാകും എന്നാണ് പറയുന്നത്. for 3 years. ഇപ്പം 3 വർഷം ആയിട്ടില്ല. നവംബർ ആകുമ്പോഴാണ് 3 വർഷം ആകുക. അവിടെ for 3 years വന്നത് കൊണ്ട് നമ്മൾ ഭാവി കാര്യം പറയുന്നതിനാൽ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഷാൽ ഹാവ് ബീൻ വർക്കിംഗ് ആയി വന്നുണ്ട്. അപ്പൊ ഈ ഫോറും സിൻസും വരുന്ന ടൈം എക്സ്പ്രഷനിൽ വരുന്ന സെന്റൻസിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കേണ്ടത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും എന്നുള്ള കാര്യം. അവിടെ നമുക്ക് അതിനുള്ള വഴി കാട്ടിത്തരുന്നത് ഫോറ്, സിൻസ് എന്നീ വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ ടെൻസുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇന്നേക്ക് കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ ടെൻസുമായി ബന്ധപ്പെട്ട് ഇതുവരെ തന്ന ക്ലാസ്സുകളൊക്കെ ഒന്ന് നന്നായി പഠിച്ചു വെക്കുക. മറ്റന്നാളെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ടെൻസുമായി ബന്ധപ്പെട്ട ടെൻറ്റാണ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ നാളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നും ഉണ്ടാവും. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ നേരത്തെ എടുത്തതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നും കൂടാതെ ഇപ്പോഴത്തെ ടെൻസിൽ നിന്നുമായിട്ട് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരിക. മാക്സിമം ശ്രദ്ധിച്ച് തെറ്റാതെ അവയുടെ ഉത്തരം കണ്ടെത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ പലർക്കും അശ്രദ്ധ കൊണ്ടാണ് തെറ്റുപറ്റിയതെന്ന് പറഞ്ഞ്, ഈ അശ്രദ്ധ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾക്കല്ല, എനിക്കും പറ്റിയിട്ടുണ്ട്. അശ്രദ്ധ കൊണ്ട് പറ്റുകയും ചെയ്തു. നമുക്ക് ആർക്കും അശ്രദ്ധ കൊണ്ട് പറ്റും. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധ കൊണ്ട് തെറ്റുന്നതും അറിവില്ലായ്മ കൊണ്ട് തെറ്റുന്നതും രണ്ടാണ്. അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് തെറ്റിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അശ്രദ്ധ കൊണ്ട് തെറ്റാൻ പാടില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന ഉത്തരത്തിൽ നിന്ന് തെറ്റിപ്പോകും. അതാണ് അശ്രദ്ധയുടെ അല്ലെങ്കിൽ ചിന്ത മാറിപ്പോയുള്ള പ്രശ്നം. അത് അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുകയും ചെയ്യാം.